സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കളെ അറിയിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് കാർഡുകൾ ജമ്പ് ചെയ്തുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ കാർഡ് എടുത്തിട്ട് എന്താണ് ഇന്നത്തെ നമ്മുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. എന്ത് കാര്യമാണ് നമ്മളിന്ന് പുറകിലേക്ക് പിടിച്ച് വലിക്കാൻ സാധ്യതയുള്ളത്, എന്ത് കാര്യമാണ് നമ്മളെ മുന്നിലേക്ക് പിടിച്ച് വലിക്കാൻ സാധ്യതയുള്ളത്, എന്താണ് നമ്മളിന്ന് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്നത്തെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് എനർജി എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു മണി മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു മണി മാനിഫെസ്റ്റേഷൻ, അതായത് ഭയങ്കരമായിട്ടൊന്നുമല്ല. 2 എന്ന് പറയുന്നത് നമ്മുടെ പണം സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതുമാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ബാഗ് ഹോൾഡ് ചെയ്ത് കാണാം ക്ലോസ് ആയിട്ട്. ഇപ്പോൾ 2 സന്ദേശങ്ങളാണ്. ഒന്നുകിൽ ഇന്നൊരു ചെറിയ മണി മാനിഫെസ്റ്റേഷൻ നടക്കും, അല്ലെങ്കിൽ താങ്കളുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടാൻ നോക്കണം എന്നുള്ളതാണ്. എന്താണ് താങ്കൾ ഇന്ന് പിടിച്ച് വലിക്കാൻ സാധ്യത എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് 8 ഓഫ് വോൺസ് എന്ന് പറയുന്നൊരു കാർഡാണ്. 8 ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പക്ഷേ വലിയ ആശയങ്ങൾ കിട്ടും. നമ്മൾ വളരെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആശയങ്ങൾ ഇത് താങ്കളെ പുറകിലേക്ക് വലിക്കാൻ സാധ്യതയുണ്ട്. മുന്നോട്ടേക്ക് എന്താണ് പിടിച്ച് വലിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നൊരു കാർഡാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൻ്റെ സമൃദ്ധിയാണ്. അതായത് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്കുണ്ട്. നമ്മുടെ കയ്യിൽ 4 ഉള്ളൂ. പക്ഷേ കിങ് എന്ന് പറയുന്നത് ശരിക്കും 14 എന്ന് പറയുന്ന ഊർജ്ജമാണ്, വളരെ ഹൈ എനർജിയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ പിടിച്ച് വലിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇത്തിരി കാശേ ഉള്ളൂ, നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും പാഷൻസും ഉണ്ട്, അത് പുറകിലേക്ക് പിടിച്ച് വലിക്കും. അതേസമയം നമ്മൾ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ ഈ കാശ് ചിലവാക്കാൻ പാടില്ല, നമുക്ക് കാശ് ആവശ്യം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ഭാഗത്ത് ആഗ്രഹം, ഒരു ഭാഗത്ത് നമ്മുടെ ഉത്തരവാദിത്വം, ഇത് രണ്ടിനിടയിൽ താങ്കൾ ഇന്ന് വിട്ട് വലിയെന്നാണ് പറയുന്നത്. എവിടേക്കാണ് എന്താണ് ഇന്ന് നൽകുന്ന ഗൈഡൻസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് എന്ന് പറയുന്ന വൈകാരികമായിട്ടൊരു കാർഡാണ്. അതായത് ഇമോഷൻ എന്ന് പറയുന്നൊരു കാർഡാണ്. ക്വീൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് അനുഭവസ്ഥയായിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, മറ്റൊരാളുടെ ഇമോഷൻസ് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. അതായത് ഒരു എംപാത്ത് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ ഇന്ന് താങ്കളോട് യൂണിവേഴ്സ് പറയുന്നത് ഫിനാൻഷ്യലായിട്ടുള്ള വലിയ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ മറ്റേ ഭാഗത്ത് പാഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തോന്നും. പക്ഷേ താങ്കൾ രണ്ടിനിടയിൽ വളരെ കൃത്യമായിട്ട് എന്താ പറയുക, ഇമോഷണലി ചാർജ്ഡ് ആകാതെ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നൊരുവിധം എല്ലാ കാർഡുകളും ഇതിൽ വന്നിട്ടുണ്ട്. നമുക്കിവിടെ വോൺസ് ഉണ്ട്, ഇവിടെ പെൻറ്റക്കിൾസ്, ഇവിടെ പെൻറ്റക്കിൾസും, ഇവിടെ കപ്പും ഉണ്ട്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇന്ന് ആഗ്രഹിച്ച് എല്ലാ കാശും ചിലവാക്കാൻ നോക്കണമെന്നും ഭാവിയിലേക്ക് വേണ്ടി ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറണമെന്നുമാണ്. ഐ വിഷ് യു ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു.